ഒമാനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ച 6 മൈൽ സ്വദേശികളായ വി പങ്കജാക്ഷൻ കെ സജിത ദമ്പതികളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. 6 മൈൽ ടൗണിലെ ജാൻ കോംപ്ലക്സിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച ശേഷം ഇരുവരുടെയും മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പൊതുദർശനത്തിൽ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. ബുധനാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചത്. 6 മൈൽ ടൗണിലെ ജാൻ കോംപ്ലക്സിൽ പൊതുദർശനത്തിൽ നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. തുടർന്ന് 6 മൈൽ ടൗണിന് സമീപത്തെ ജാൻ ഹൗസിലും മൃതദേഹം പൊതുദർശനത്തിന് വച്ചു. റെയ്ഡ്കോ ചെയർമാൻ എം സുരേന്ദ്രൻ, കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ, കോട്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം മോഹനൻ, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് എം ധനഞ്ജയൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി കെ രാഘവൻ, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി ആർ ജെ രാജീവൻ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവരും അന്തിമോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം ഇരുവരുടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. മാങ്ങട്ടടം കിരാച്ചി സ്വദേശിയായ പങ്കജാക്ഷനും 6 മൈൽ സ്വദേശിനിയായ കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ കെ സജിതയും ഏറെക്കാലമായി ഒമാനിലെ വിവിധ കമ്പനികളിൽ അക്കൗണ്ടന്റുമാരായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇവർ താമസിച്ച കോംപ്ലക്സിൽ താഴത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കെട്ടിടം തകർന്നാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഇരുവരും മരണപ്പെടുന്നത്. അപകടം നടന്ന ഉടൻ തന്നെ മസ്കറ്റ് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. ചെന്നൈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഭവിഷ ഏക മകളാണ്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.